അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു പെട്ടെന്ന് തുറന്നു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറിന്റെ കവാടങ്ങളും തുറന്നു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെയധികം ഉപകാരപ്രദമായ ഒരു അറിവാണ്. നാം എല്ലാവരും ഒരുപാട് ഭയപ്പെടേണ്ട സംഗതിയാണ് കടം എന്നുള്ളത്. എന്നാൽ ഇന്ന് എല്ലാവരും നിസ്സാരമായി കാണുന്നതും ഈ കടത്തെ തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടത്തോടുകൂടെ മരിച്ചവന്റെ മയ്യത്ത് പോലും നിസ്കരിക്കുകയില്ല എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെയധികം നാം ഓരോരുത്തരും ഭയപ്പെടേണ്ട, പേടിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കടം എന്നുള്ളത്. ഹദീസിൽ കാണാം, കടത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് കാണാം, അദ്ദൈനു മുദില്ലത്തും ബിന്നഹാരി വഹമ്മും ബില്ലൈലി എന്നാണ്. എന്താ അതിന്റെ ആശയം? കടം എന്നുള്ളത് പകൽ സമയത്ത് അത് മാനക്കേടും അപമാനവും മനുഷ്യൻ തലകുനിച്ച് നടക്കേണ്ട അവസ്ഥയിൽ എത്തിക്കുന്ന സംഗതിയും, അതുപോലെ ഹമ്മ് രാത്രിയിൽ ഈ കടം എന്നുള്ളത് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന, മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കടം എന്നാണ് മഹാന്മാരമെ പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് വളരെയധികം നാം ഓരോരുത്തരും ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു സംഗതിയാണ് കടം എന്നുള്ളത്. കടം ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം നാം ഓരോരുത്തരും കണ്ടെത്തണം. അതിന് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം കടം വാങ്ങുക. ആവശ്യത്തിന് കടം വാങ്ങാതെ അത്യാവശ്യം വരുന്ന സമയത്ത്, ആവശ്യം വേറെ അത്യാവശ്യം വേറെയാണല്ലോ, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കടം വാങ്ങാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇനി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീട്ടാനും നാം ഓരോരുത്തരും അതിനുള്ള വഴികൾ കാണണം. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടമുണ്ടായാൽ വീട്ടുക എന്നുള്ളത് വളരെയധികം വലിയ ആഗ്രഹമുള്ള ആളുകളാണ്. മാത്രമല്ല വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ് നാം ഓരോരുത്തരും. കടത്തോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം അല്ലാഹു തആല ഒരിക്കലും നമുക്ക് പുറത്തു തരികയില്ല എന്നാണ്. ഷഹീദിന് പോലും പുറത്തു കൊടുക്കാത്ത ദോഷമാണ്, പാപമാണ് കടം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ കടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, എത്ര വലിയ കടമുണ്ടെങ്കിലും അത് രക്ഷപ്പെടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പറഞ്ഞു തരുന്നത്. ഏതാണ് ആ പ്രാർത്ഥന? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഹദീസിൽ കാണാം, മൻ ഖാല യൗമൽ ജുമുഅത്തി, ഒരാൾ ജുമുഅ ദിവസം പറഞ്ഞാൽ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക, اللهم أغنني بحلالك عن حرامك وبفضلك عمن سواك. ഈ പ്രാർത്ഥന ജുമുഅ ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം ഒരാൾ
70 തവണ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അവന്റെ കടങ്ങളെ അല്ലാഹു തആല വീട്ടി കൊടുക്കുമെന്നാണ്. കടം പെട്ടെന്ന് വീട്ടി കൊടുക്കുമെന്നാണ്. എത്ര വലിയ കടമാണെങ്കിലും ശരി, ഹദീസിൽ കാണാം, ലൗ കാന അലൈക മിസ്ലു ജബലി ദൈനൻ, ഉഹുദ് പർവതത്തോളം സമാനമായ നിലയിൽ ഒരു മനുഷ്യനിക്ക് കടമുണ്ടെങ്കിൽ അല്ലാഹു തആല, ആ കടം അല്ലാഹു തആല ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വീട്ടി കൊടുക്കുമെന്നാണ്. അല്ലാഹു അത് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, എല്ലാ 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക് എന്നിങ്ങനെ 7 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവന്റെ കടം അല്ലാഹു തആല പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും, പെട്ടെന്ന് വീട്ടി കൊടുക്കും. എത്ര വലിയ കടമാണെങ്കിലും അല്ലാഹു തആല അത് പെട്ടെന്ന് വീട്ടി കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല വലിയ വലിയ കടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കടമെന്ന് പറയുന്ന, ഉറക്കം കളയുന്ന, മനുഷ്യനെ മാനസിക സംഘർഷങ്ങളിലേക്ക് എത്തിപ്പിക്കുന്ന വലിയ വലിയ കടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 70 പ്രാവശ്യവും അല്ലാത്ത ദിവസങ്ങളിൽ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം നാം ഓരോരുത്തരും ചൊല്ലണേ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക്. ഒന്ന് ചൊല്ലി നോക്കിയേ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക്. എല്ലാ ആളുകളും ഈ പ്രാർത്ഥന എഴുതിയെടുത്ത് പഠിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരിക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ കടങ്ങളും, എല്ലാ ബാധ്യതകളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ദൂരീകരിച്ചു തരട്ടെ. കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടി തരാനുള്ള മാർഗമാക്കി അല്ലാഹു ഈ ദുആഇനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.